എന്താ പന്തൊക്കെ? സാറേ, ഈ പന്ത് കളിക്കണതിൻ്റെ ഇടയ്ക്ക് അവന്മാർ വഴക്കിട്ട പ്രതിമ തല്ലി തകർത്ത്. എന്താ സാറേ നോക്കുന്നത്? അല്ല, ജയിലാണോ താൻ നടത്തുന്ന അംഗനവാടിയാണോ നോക്കുകയായിരുന്നു. എനിക്ക് കിട്ടാനുള്ളത് താൻ്റെ നേരിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോ. തന്നെ അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് 2 സീനിയർ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. സാറുമാരൊന്ന് വിളിച്ചേ. ആ ബെസ്റ്റ് ഇവിടെ പഞ്ചവർണ്ണ മൊണ്ണേ. എന്താടോ സാർ, ഞാൻ നോക്കുമ്പോൾ ഇവനെ സി ബ്ലോക്കിൻ്റെ മേലെ വലിഞ്ഞു കയറുന്നു. പൊക്കിയപ്പോൾ കയ്യിലൊരു ബോളും. ഇതിനുള്ളിൽ എന്താണെന്നുണ്ടോ? വീടിക്കെട്ട്. ബീഡിയോ? എന്താടോ അത്? സാറേ, എനിക്ക് കിട്ടും. നിന്റെ ഒറ്റയ്ക്കുള്ള ബിസിനസ് അതോ പാർട്ട്നേഴ്സും ഉണ്ടാ? സാറേ, ഞാൻ വെറുതെ സ്റ്റാഫാണ്ടേ, അവന്മാരാണ് ഓണേഴ്സ്. താനാണോ എൻ്റെ ഇൻവെസ്റ്റർ? അടുത്ത പരോൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഞാൻ തന്നെ ചേർക്കും. അല്ല, നിങ്ങളെന്തിനാ ഇപ്പോൾ ഇവിടെ പിടിച്ചിരുത്തേക്കുന്നേ? സാറേ, വാണിന് കൊടുക്കാൻ ബോളി വെച്ചപ്പോൾ അവന്മാർ തരണ്ടേ? അതാ 2 പൊട്ടിക്കേണ്ടി വന്നത്. അതിനിടെ പെട്ടുപോയ സാറേ ഈ സ്റ്റാച്ചു. വലിയ വില ഒന്നും ഇല്ലായിരുന്നു, തൊട്ടപ്പം തന്നെ താഴെ പോയി. അതിനാ ഞങ്ങൾ ഇടിക്കാൻ വേണ്ടി അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. വെരി ഗുഡ്. വേട്ടയാട് വിളയാട്. സാറേ, അത് പി ടി സാറിൻ്റെ ബുക്കാ. നീ ഏതടാ? ഒരാൾ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങാ? അപ്പൊ ഒരു സംശയം വേണ്ട, ഇവൻ തന്നെ. ഇവൻ അതിൽ കൂടെ ചാടിയിട്ടുണ്ടാവും. അല്ല സാറേ, ചിലപ്പോൾ ഈ ടണലിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയതാണെങ്കിലും. പിന്നെ കയറി ഇറങ്ങി പഠിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ കവാടമുള്ളത്. ആ, അന്ന് ഫോറസ്റ്റുകാർ കൃത്യസമയത്ത് എത്തിയോണ്ട് ആ കടുവയുടെ ബോഡി വിത്ത് തോലി കിട്ടി. അല്ലെങ്കിൽ അതും വിത്തൗട്ടായാനെ. വേട്ടയാട് വിളയാട് അയാളുടെ ആത്മകഥയായിരിക്കും. കൊണ്ടോ, താൻ വീട്ടിൽ നോക്കി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഓ, ഇങ്ങനെ പഴം പിഴിഞ്ഞ പോലെ നിൽക്കാതെ ഏതെങ്കിലും പോലീസുകാരനെ ചവിട്ടിറോ, എന്നിട്ട് പോയി തപ്പ്. ഇനി തപ്പിട്ട് കാര്യമില്ല, കിളവ് മുങ്ങി.